ഹലോ ഓൾ. അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ള സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മളിത് റിവ്യൂ ഒന്നുമല്ല, കാരണം നമ്മളിത് കണ്ടിട്ട് വലിയ റിവ്യൂ ആയിട്ട് പറയാനുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ അഭിപ്രായം നമ്മൾ ഈ ചാനലിലൂടെ പറയുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പടത്തിന് ആദ്യം പോകണമെന്ന് വിചാരിച്ചൊന്നും അല്ലായിരുന്നു. പിന്നെ ഈ മൗത്ത് പബ്ലിസിറ്റി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഈ ഒരു സിനിമക്ക് പോകുന്നത്. നമ്മൾ നല്ലൊരു തിയേറ്ററിൽ തന്നെയാണ് ഈ സിനിമ കണ്ടത്. അതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ രാത്രിയിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം, ആ ഒരു ഫീൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇതിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത് ധ്യാൻ ശ്രീനിവാസനാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ധ്യാൻ ശ്രീനിവാസൻ്റെ പല സിനിമകളും കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പായിട്ട് പാനപ്പടക്കം പോലെ പൊട്ടുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു മികച്ച തിരിച്ചുവരവ് എന്ന് പറയാം. ഇതിൻ്റെ മുമ്പ് അടികപ്പേരെ കൂട്ടമണി എന്നുള്ള സിനിമയാണെങ്കിലും, അതുപോലെ ധ്യാനിൻ്റെ തന്നെ കുഞ്ഞിരാമായണം, അതൊക്കെ നല്ല രസമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ശേഷം ഒരുപാട് ചളികളിലൂടെ കടന്നു പോയിട്ട് മൂപ്പരെന്നെ ഓപ്പണായിട്ട് പറയലുണ്ട് എൻ്റെ പടങ്ങളൊക്കെ ഇട്ടതിൻ്റെ പൊട്ടലാണ്. എന്നാലും അതിൻ്റെയൊക്കെ ശേഷം നല്ലൊരു സിനിമ എന്നൊരു അഭിനേതാവിൻ്റെ ഒരു കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയിൽ ശരിക്കും പ്രകടമാണ്. അതൊന്ന് ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു ഡയറക്ടറുടെ കയ്യിൽ ഇതുവരെ ഈ ഒരു വ്യക്തിനെ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കിപ്പോൾ ശരിക്കും മനസ്സിലാവും. കാരണം വെറും കോമഡി ചെയ്യുക അല്ലെങ്കിൽ ഒരു ചളി കോമഡികൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നല്ലൊരു അഭിനേതാവാണ് ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ളത് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് വളരെ വ്യക്തമാവും. ധ്യാനിൻ്റെ കൂടെ കട്ടക്ക് നിന്ന ഒരു പോലീസ് ഓഫീസർ വേഷം ചെയ്ത കഥാപാത്രമാണെങ്കിലും വളരെ മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു മിസ്റ്റീരിയസ് ത്രില്ലറാണ്, ഒരു ക്രൈം ത്രില്ലറാണെന്നൊക്കെ പറയാം. ടൗണിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ ഒരു രക്ഷകൻ പോലെ അവിടെ എന്ത് കളവുകൾ നടന്നാലും അവരെ കണ്ടുപിടിക്കുന്ന ഒരു ലോക്കൽ ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് ധ്യാൻ ശ്രീനിവാസൻ്റേത്. അപ്പോൾ ഈ കഥാപാത്രത്തിന് ചെറിയ ചെറിയ മോഷണങ്ങളും ഇതിൽ നിന്നും മാറിയിട്ട് ഒരു വലിയൊരു സംഭവം ഉണ്ടാകുന്നു. ട്രെയിലറിൽ കാണിച്ച പോലെ തന്നെ സീരിയൽ കില്ലിങ് എന്നുള്ള പോലെ തന്നെ ആ ഒരു സീരിയൽ കില്ലറെ പിടിക്കാനുള്ള അവരുടെ പ്ലാനിങ്ങും അതിങ്ങനെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോവാണ്. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകും. ഒരു ലാഗ് പഠിക്കില്ല. ലാഗ് എന്ന് പറഞ്ഞ സാധനം ഒരു നിമിഷം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളൊരു സിനിമയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കയറുമ്പോൾ അതിൽ ലാഗ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും മസ്റ്റായിട്ടും. അപ്പോൾ ഇതിനകത്ത് ലാഗ് ഇല്ല, അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കണ്ടിരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ട്വിസ്റ്റുകളാണ്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും ട്വിസ്റ്റ് കൊണ്ട് വെറും ട്വിസ്റ്റ്. ഇത് പടം കഴിഞ്ഞു എന്ന് വിചാരിക്കും. അവിടെ വീണ്ടും ട്വിസ്റ്റ്, അടുത്ത ട്വിസ്റ്റ്, അങ്ങനെ അങ്ങനെ പോവാണ്. എന്തായാലും നല്ലൊരു ത്രില്ലർ, നല്ലൊരു എൻ്റർടൈനർ എന്ന് പറയാം. ഇതിൻ്റെ സംവിധായകർ വന്നിട്ട് രാഹുൽ ജിയും അതുപോലെ ഇന്ദ്രനീൽ ജിക്കാണ്. അവർ നല്ലൊരു കയ്യടി അറിയിക്കുന്നുണ്ട്, കാരണം വളരെ മികച്ച രീതിയിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ റൈറ്റേഴ്സ് രാഹുൽ ജി തന്നെയാണ്. രാഹുൽ ജിയും ഇന്ദ്രനീലും തന്നെയാണ് ഇതിൻ്റെ റൈറ്റേഴ്സും. സോഫിയ പോളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിങ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫ് അതിലേറെ എൻഗേജിങ് ആയിട്ട് പോയി. മനോഹരമായിട്ട് കഴിഞ്ഞ ഒരു ക്രൈം ത്രില്ലർ എന്നും പറയാം. ഒരു നാടൻ ക്രൈം ത്രില്ലർ എന്ന് പറയാം. അതായത് നമ്മുടെ നാട്ടിൽ എന്താണ് ഇപ്പോൾ ഒരു നാട്ടും പുറത്തായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു സീരിയൽ കില്ലർ വന്നാൽ അവിടുത്തെ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായ ഭീതിയും അതൊക്കെ ശരിക്കും അവർ ഉഷാറായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വ്യക്തിയെ പിടിക്കാൻ ഒരു നാട് മുഴുവൻ അതിൻ്റെ പുറകെ പോകുന്നതും ആ നാട്ടുകാരെ ഞെട്ടിച്ചുകൊണ്ട് പല ടെസ്റ്റുകൾ സംഭവിക്കുന്നതും, പിന്നെ നമ്മൾ തന്നെ മൈൻഡ് വെച്ചിട്ടുള്ള കാര്യം, നമ്മൾ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും, ഇന്ന വ്യക്തിയാണോ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആവില്ല അവസാനം പ്രതിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലറായിട്ട് വരുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റായിട്ട് പോകണം, ഫാസ്റ്റ് പേസിലുള്ള നല്ലൊരു ക്രൈം ത്രില്ലർ. ഒരു നാടിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ. ഇപ്പോൾ പടം ഇറങ്ങിയിട്ട് ഏകദേശം 4-5 ദിവസമാണ് ആയത്. അപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിനിമയെക്കുറിച്ച്? ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു എൻ്റർടൈൻമെൻ്റ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറാം. നല്ലൊരു ക്രൈം ത്രില്ലർ കാണുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറാം. ഒരു അഞ്ചാം പാതിര പോലുള്ള ഒരു പ്രൊഫഷണൽ ക്രൈം ത്രില്ലർ എന്നുള്ള ലെവൽക്കൊന്നും ആലോചിക്കരുത്. അത്യാവശ്യം ചെറിയ ചെറിയ കോമഡികളും എന്നാൽ നല്ല സീരിയസും ആയിട്ടുള്ള നല്ലൊരു ക്രൈം ത്രില്ലർ ഡ്രാമ. അത്യാവശ്യം ധ്യാനിൻ്റെ നല്ലൊരു പെർഫോമൻസ്, അതുപോലൊരു ഗ്രാമത്തിൻ്റെ ഒരു പശ്ചാത്തലം, ഇതൊക്കെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഉഷാറായിട്ട് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്ത് കണ്ടുവരാൻ പറ്റുന്ന, ത്രില്ലടിച്ച് കണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമ. അതാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കൊണ്ടുവരും വരെ
ബൈ.